ഇന്ത്യയിലെ ഒരു വലിയ പട്ടണത്തിൽ ആ അമ്മ അലഞ്ഞു തിരിഞ്ഞ് പകലിൽ നടക്കും. ആ അമ്മയുടെ ഒക്കത്ത് ഒരു കുഞ്ഞ്. അവൾ പകൽ സമയങ്ങളിലെല്ലാം ആ പട്ടണങ്ങളിലെ ഓരോ തെരുവുകളിലൂടെയും ഭിക്ഷയാചിച്ച് തൻ്റെ കുഞ്ഞിനും തനിക്കും വേണ്ടിയുമുള്ള ആഹാരം കണ്ടെത്തും. ആ ആഹാരം കണ്ടെത്തി വൈകുന്നേരമാകുമ്പോൾ അവളുടെ ചെറിയ ഒരു കുടിലിൽ അവൾ വന്ന് ആ അന്തി പാർക്കും. ആ താമസിക്കുന്ന ഭവനത്തിൻ്റെ ഒരു വശത്തുകൂടെ റെയിൽവേ പാളമാണ്. രാത്രിയുടെ യാമത്തിൽ അനേകം നൂറുകണക്കിന് ആളുകളെയും വഹിച്ചുകൊണ്ടുള്ള ആ ട്രെയിൻ കടന്നു പോകുമ്പോൾ ആ ചെറിയ ഒരു മാടം ഒന്ന് അനങ്ങും. ആ അമ്മയ്ക്കും കുഞ്ഞിനും മാത്രം കിടക്കാൻ പറ്റുന്ന ആ ചെറിയ കുടിലിൽ അമ്മയുടെ മാറത്ത് കിടന്ന കുഞ്ഞു ഉറങ്ങുകയാണ്. അമ്മയും ഉറങ്ങുന്നു, ആ കുഞ്ഞും ഉറങ്ങുന്നു. തൊട്ട് അടുത്തുകൂടി വലിയൊരു ഹൈവേ റോഡ് കടന്നു പോകുന്നുണ്ട്. ആ ഹൈവേ റോഡിലൂടെ വലിയ ഭാരം കയറ്റിയുള്ള ശബ്ദമുള്ള വാഹനങ്ങൾ അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞ് സുഖമായി ഉറങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, തൊട്ട് അടുത്ത ആ പട്ടണത്തിലെ വിമാനത്താവളത്തിൽ നിന്ന് നൂറുകണക്കിന് പേരെയും വഹിച്ചുകൊണ്ടുള്ള ഒരു വിമാനം വലിയ ശബ്ദത്തോടുകൂടെ ഉയർന്നു പൊങ്ങി ചെറ്റക്കൂടിൽ ഒന്ന് അനങ്ങി. അതൊന്ന് വിറച്ചു. എന്നാലോ ആ കുഞ്ഞ് ഒന്നും അറിയാതെ ഉറങ്ങുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ആ അമ്മയുടെ നെഞ്ചിലിരുന്ന് ആ കുഞ്ഞ് ഒന്ന് അനങ്ങി. ഉടനെ തന്നെ ആ അമ്മ ഉണർന്നു. ആ അമ്മ കുഞ്ഞിനോട് ചോദിച്ചു, എന്താ മക്കളെ എന്ന്. സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു. മറക്കാത്ത ദൈവമായ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ?